താമരശ്ശേരിയിൽ ലഹരിക്കടിമയായ മകന്റെ വെട്ടേറ്റ് മരിച്ച സുബൈദയുടെ മൃതദേഹം ഇന്ന് കബറടക്കും. അടിവാരം 30 ഏക്കർ സ്വദേശിനി സുബൈദയുടെ പോസ്റ്റ്മോർട്ടം നടപടികൾ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ പൂർത്തിയായി. പ്രതി ആഷിഖിനെ പോലീസ് കോഴിക്കോട് മെഡിക്കൽ കോളേജ് എത്തിച്ച് വൈദ്യപരിശോധന നടത്തി. ഇന്നലെ വൈകിട്ടാണ് മയക്കുമരുന്നിനടിമയായ ആഷിഖ് വെട്ടുകത്തി ഉപയോഗിച്ച് അമ്മയെ കൊലപ്പെടുത്തിയത്. ജന്മം നൽകിയതിനുള്ള ശിക്ഷയാണ് നടപ്പിലാക്കിയതെന്നായിരുന്നു കൊലപാതകത്തിന് ശേഷം ആഷിഖ് നാട്ടുകാരോട് പറഞ്ഞത്. ദൂരസ്ഥലങ്ങളിൽ നിന്നും എത്തുന്നവരാണ് ആഷിഖിന് ലഹരിമരുന്ന് എത്തിക്കുന്നതെന്ന് അയൽവാസികളും പറയും. ചെക്കന് ആദ്യമേ മയക്കുമരുന്നിൻ്റെ ഒരു അടിമയാണ്. കുറേ കാലമായിട്ട് സ്കൂളിൽ പഠിക്കുന്ന കാലത്ത് നല്ല ചെക്കനായിരുന്നു. പക്ഷേ കഴിഞ്ഞ ശേഷം കൂട്ടുകെട്ടായിട്ട് വഷളായതാണ്. ഇവിടെയുള്ള ചെക്കന്മാരല്ല, കൂടുതലും പുറത്തുനിന്ന് വന്നിട്ട് ഉള്ള കൂട്ടുകെട്ടാണ് സംഗതി. വിഷയങ്ങൾ ഇവിടുന്ന് പിന്നെ ഉമ്മയായിട്ടുള്ള കച്ചറകൾ ഇടക്കിടക്ക് ഉണ്ടാകാറുണ്ടായിരുന്നു. ഒരു പ്രാവശ്യം ഞാനും ജലീലും കൂടെ ഇതിനും കൂടിയാണ് അവന് ഈ മരുന്നടിച്ചതിന് ശേഷം ഇവിടുന്ന് അവനടി ഉണ്ടാക്കി ഉമ്മനെ തച്ച് ശരിയാക്കിയതിന് ശേഷം ഞങ്ങൾ രണ്ടാളും പിന്നെ ഇവിടെ കുറച്ച് ആൾക്കാരും കൂടി വന്നിട്ടാണ് അവനെ വണ്ടിയിൽ ഞങ്ങൾ കൊണ്ടുപോയിട്ട് മെഡിക്കൽ കോളേജിൽ അന്ന് അഡ്മിറ്റ് ചെയ്തതൊക്കെ. ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ അവൻ്റെ ബാക്കിയുള്ള കുടുംബക്കാരാണ് അന്ന് ചെയ്തത്. കുറെ നാളായിട്ട് ഇവിടെ ഉണ്ടായിരുന്നു. പിന്നെ മോന് ഇടയ്ക്കൊക്കെ ചെറിയ പ്രശ്നങ്ങൾ ഇവിടെ ഉണ്ടാക്കലുണ്ടായിരുന്നു. അതൊക്കെ എത്ര നാട്ടുകാരൊക്കെ ഇടപെട്ട് എത്ര തവണ പോലീസൊക്കെ കൊണ്ടുപോയി അത് പ്രശ്നമൊന്നും ഇല്ലാതെ ഇങ്ങനെ നിൽക്കുകയാണ്. പിന്നെ ഇപ്പോൾ ഇവര് ഡി അഡിക്ഷൻ സെന്ററിലൊക്കെ കൊണ്ടുപോയി അവിടെ 7 മാസത്തോളം അവിടെ ചികിത്സ കഴിഞ്ഞ് വന്നാൽ എനിക്ക് തോന്നുന്നു ഇപ്പോൾ ഒരു 4-5 മാസമായിട്ട് ഇവിടെ തന്നെ ഉണ്ടെന്ന് തോന്നുന്നു. അതിൻ്റെ ഇടയ്ക്ക് ഇന്നലെ താത്ത പറഞ്ഞ ഇവന് ഇവിടുന്ന് പോയിട്ട് 3-4 ദിവസമായിരുന്നു. അങ്ങനെ വന്നതാണ് ഇന്നലെ. ഇവർ 2 ചേട്ടത്തി എനിക്കും പണിക്ക് പോയിക്കൊണ്ടിരിക്കുവായിരുന്നു. രണ്ടുപേരും പണിക്ക് പോയിട്ടാണ് ഈ കൊച്ചന്റെ ചികിത്സയ്ക്കൊക്കെ നല്ലോണം പൈസ ഇവർ ചെലവഴിച്ചിട്ടുണ്ട്. അത് ഈ താത്ത ഇവിടുത്തെ താത്ത പലപ്പോഴും എന്നോട് പറഞ്ഞിട്ടുണ്ട്. ഈ കഴിഞ്ഞ ആഴ്ചയും വീട്ടിൽ വന്നിരുന്നു ഇങ്ങനെ അതിന് ചികിത്സയ്ക്ക് വേണ്ടി നല്ലോണം ഇവർ പൈസ മുടക്കിയിട്ടുണ്ട്. രണ്ടുപേരും പണിയെടുക്കുന്ന കൂടുതൽ പൈസ അതിന് വേണ്ടി ഇവർ ചെലവഴിച്ചതാണ്. അത് തന്നെ എങ്ങനെയെങ്കിലും രക്ഷപ്പെട്ട് നല്ല രീതിയിൽ വരുമെന്നുള്ള പ്രതീക്ഷ തന്നെയാണ് താത്ത ഇങ്ങനെ എൻ്റെ അടുത്ത് കഴിഞ്ഞ ആഴ്ച വന്നപ്പോഴും ഇങ്ങനെ പറഞ്ഞ് ചെയ്യേണ്ടതൊക്കെ ചെയ്യുന്നുണ്ട്. ഇപ്പം വലിയ കുഴപ്പമില്ല എന്നാണ് പറഞ്ഞത്.